ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ ആദ്യത്തെ കൃതികളെ കുറിച്ചാണ്. മലയാളത്തിലെ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. 1772 ക്ലമന്റ് പിയാനോസ് പാതിരി റോമിൽ വെച്ചാണ് സംക്ഷേപ വേദാർത്ഥം അച്ചടിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഹോർത്തോസ് മലബാറിക്കസ് 1678 അഡ്മിറൽ വാൻഡ്രീഡാണ് ആംസ്റ്റർഡാമിൽ വെച്ച് അച്ചടിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം രാമചരിതം പാട്ടാണ്. ചീരാമ കവിയാണ് രാമചരിതം പാട്ട് എഴുതി തയ്യാറാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. പാറമേക്കാൽ തോമ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. അപ്പു നെടുങ്ങാടിയുടെ കുന്തലത എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ ആണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? കൃഷ്ണഗാഥ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം. അഴകത്ത് രാമപത്മ കുറുപ്പെഴുതിയ രാമചന്ദ്രവിലാസമാണ് മലയാളത്തിലെ തന്നെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം. മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികമാണ് മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തമാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ നൃത്തം. M മുകുന്ദന്റെ നൃത്തമാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് K ദാമോദരന്റെ പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. K ദാമോദരൻ എഴുതിയ പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ് ഇതാണെന്റെ പേര്. സക്കറിയയുടെ ഇതാണെന്റെ പേരാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ. മലയാളത്തിലെ തന്നെ ആദ്യത്തെ അപസർപ്പക നോവലാണ് ഭാസ്കരമേനോൻ. അപ്പൻ തമ്പുരാന്റെ ഭാസ്കരമേനോനാണ് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ആണ് മലയവിലാസം. AR രാജരാജവർമ്മയുടെ മലയവിലാസമാണ് മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഖണ്ഡകാവ്യം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? കുമാരനാശാന്റെ വീണപ്പൂവ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. കുമാരനാശാനാണ് എഴുതിയത്. മലയാളത്തിലെ തന്നെ ആദ്യത്തെ ടെക്നോളജി നോവലാണ് ഐസ് -196 ഡിഗ്രി സെൽഷ്യസ്. എഴുതിയത് GR ഇന്ദുഗോപൻ എഴുതിയ ഐസ് -196 ഡിഗ്രി സെൽഷ്യസ്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ ടെക്നോളജി നോവൽ ആയിട്ട് വരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഫേസ്ബുക്ക് നോവലാണ് ഓജോ ബോർഡ്. എഴുതിയത് അഖിൽ P ധർമ്മജൻ. മലയാളത്തിലെ ആദ്യത്തെ ഫേസ്ബുക്ക് നോവലാണ് ഓജോ ബോർഡ്. അഖിൽ P ധർമ്മജൻ ആണ് എഴുതിയത്. സോ ഫ്രണ്ട്സ്, മലയാളത്തിലെ ആദ്യത്തെ കൃതികൾ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാൻ മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ
ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഉടൻ തന്നെ തുടർന്നുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.